السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ജീവിതത്തിൽ എന്നും ഓർക്കുകയും ചേർത്ത് വെക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യൽ വളരെ ഉപകാരപ്രദമായ സുപ്രധാന ഒരു അമലാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് റമദാനിലാകുമ്പോൾ തുടങ്ങാനും നിലനിർത്താനുമൊക്കെ സൗകര്യമുള്ള ഒരു അമലാണ്. പരലോകത്ത് മനുഷ്യർ രണ്ട് വിഭാഗമായിട്ട് മാറും. ഒന്ന് ഖാഫിള, മറ്റൊന്ന് റാഫിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ എന്നതിന് ശേഷം പിന്നെ ഖാഫിളത്തുൻ റാഫിഅ എന്ന് പറയുന്നുണ്ട്. ഖാഫിള എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ആളുകൾ, റാഫിഅ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഉയർത്തിയിട്ട് വലിയ ആളുകളായി മാറും. ഇതിൽ ഈ റാഫിയത്തിൽ പെടാൻ സുപ്രധാനമായി മഹാന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയ ഒരു അമലുണ്ട്. മാത്രമല്ല, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ചില മഹാന്മാർ പറഞ്ഞു, വ തുഇസ്സുനെ ഇസ്സത്താക്കുന്നുണ്ട്, ഉന്നതമാക്കുന്നുണ്ട്, മൻ തശാവു നീ നിന്റെ അടിയാറുകളിൽ ഉദ്ദേശിച്ച ആളുകളെ നീ ഇസ്സത്തിലാക്കുന്നുണ്ട് എന്നതിൽ അല്ലാഹു തആല ഇസ്സത്താക്കുന്നത് ഈ ഒരു അമല് ചെയ്യുമ്പോഴാണ്. ഏതാണ് അമല് എന്ന് വെച്ചാൽ രാത്രി എണീറ്റിട്ടുള്ള തഹജ്ജുദ് നിസ്കാരം. നമ്മൾ ഏതായാലും അത്താഴത്തിന് എണീക്കുന്നവരല്ലേ. ഒരു 2 റക്അത്തെങ്കിലും സുബഹിക്ക് മുമ്പ് അത്താഴത്തിന് എണീറ്റാലെങ്കിലും ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ബന്ധം അല്ലാഹുമായിട്ട് നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ അല്ലാത്ത മാസത്തിൽ പറയുമ്പോൾ കുറച്ച് പ്രയാസമാവും പരിചയമില്ലാത്ത ആളുകൾ. ഇതിപ്പോ ഏതായാലും നീക്കാണല്ലോ. ഒന്നുകൂടി ഞാൻ ചേർത്തി പറയാം. റമദാൻ മാസത്തിൽ ഉറങ്ങി എണീറ്റിട്ട് അത്താഴത്തിന് എണീച്ചിട്ട് തിന്നിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവനെ നോമ്പായിട്ടും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടോ, അള്ള നമ്മളൊപ്പം ഉണ്ടോ ഇല്ല, അള്ള നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക. വേറെ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. വേറെയുള്ളൊക്കെ അള്ളാഹുത്തല എല്ലാവർക്കും കൊടുക്കും. കയ്യിൽ പൈസ ഒന്നുണ്ട്, ഇപ്പൊ അള്ള ഒപ്പം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ആ രാമന്റെ കയ്യിലും കുമാരന്റെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. റമദാനിൽ നോമ്പ് പറ്റുമ്പോ സോക്കോടൊക്കെ മാറുന്നുണ്ട്, എല്ലാവർക്കും മാറുന്നുണ്ട്. പറങ്കോടന് സോക്കോട് മാറുന്നില്ലേ? അള്ളാഹുത്താല കൂടെ ഉണ്ട് എന്ന് അതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. അള്ളാഹുത്താല നമ്മളൊപ്പം സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ മനസ്സിലാക്കൽ ഇങ്ങനെയൊക്കെയാണ്. രാത്രി ഒന്ന് അത്താഴത്തിന് നീച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ബോധെങ്കിലും ഇല്ലെങ്കിൽ ആരോടും ഉണ്ടണ്ട, പടച്ചോൻ കൂടില്ല എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണ്. ഇന്ന് രാത്രി ചെയ്യാത്തവരും തുടങ്ങാത്തവരൊക്കെ ഒന്ന് തുടങ്ങിയാല് തുടങ്ങിയ ആളുകൾക്ക് വലിയ ഉപകാരമായിരിക്കും. അതിന്റെ നേട്ടം ദുനിയാവിലുണ്ടാവും. തഹജ്ജുദ് പതിവാക്കിയാലുള്ള ഒരുപാട് നേട്ടങ്ങളിൽ ഒന്ന് മുഖത്ത് ഈമാനിന്റെ നൂറുണ്ടാവുന്നതാണ്. അത് ഞമ്മക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, അറിയണവർക്കറിയാം. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളുന്നില്ല. ഇപ്പൊ ചേകനൂര് അദ്ദേഹം ബാക്കിയാത്തിൽ പഠിക്കുന്ന സമയത്ത് അതേ റൂമിൽ കിടന്നിരുന്ന ഒരാളുണ്ട് കോഴിക്കോട് ജില്ലയിൽ, വലിയ മഹാനായിരുന്നു. ചേകനൂര് ഇയാൾ ഒറ്റ റൂമിലായിരുന്നു. ചേകനൂര് ഇയാൾ ഒറ്റ റൂമിലായാലും ചേകനൂര് ഒരു വൈക്കൂടി പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് മുപ്പര വൈക്കൂടി പോകുള്ളൂ പറഞ്ഞു. മൂത്തുക്ക് നോക്കൂല. കാരണം അന്ന് തന്നെ മൂപ്പര മൂത്ത് ഈ അടയാളം ഉണ്ടായിരുന്നു. അത് ഇയാൾക്കറിയാം, വേറെ ഉള്ളവർക്കറിയില്ല. മൂത്തക്ക നോക്കൂല. ഇനി ഒരു വൈക്കോക്കൂടി പോയാല് മൂപ്പര പോയി കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ പോകുന്ന ആ അറിയണ ചില ആളുകളുണ്ട്, അവർക്കതറിയാം. തഹജ്ജുദ് പതിവാക്കുന്ന ഒരാളെ പിടിച്ചെടുത്തോളം ഈമാനിന്റെ ഒരു പ്രഭ അവന്റെ മുഖത്തുണ്ടാവും. ഒന്നാമത്തെ നേട്ടം അതന്നെ. രണ്ടാമത്തത്, ഓന് ഒരിക്കലും ഡിപ്രഷൻ വന്നിട്ട് തളരൂല. പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഓനെ വേട്ടയാടും, പക്ഷെ അവിടെയൊക്കെ പിടിച്ചിക്കാനുള്ളൊരു കരുത്ത് ആരെങ്കിലും ശിരസ് ഒനിക്കൂല. അങ്ങനെയുണ്ടല്ലോ, ആരെങ്കിലും ശിരസ് ഒനിക്കൂല. എപ്പോഴും ഉള്ളിന്റെ ഉള്ളിലൊരു ഇല്ല കഴിച്ചിലാവുന്നു, ഒക്കെ കഴിച്ചിലാവും, ഇതൊക്കെ ഒരു ഹൈറുണ്ടാവും ഇല്ല എന്നൊരു ഉൾധൈര്യം അവനുണ്ടാവും. താജ്ദീദ് ഒഴിവാക്കി.
മൂന്നാമത്തത് സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളും കാര്യങ്ങളൊക്കെ അവന് വരികയാണെങ്കിൽ തന്നെ അള്ളാഹുത്തല ഏതെങ്കിലും വൈത്ത് കൂടി അതുകൊണ്ട് ഒഴിവാക്കി. 3. 4, ഹിസാബില്ലാതെ സ്വർഗത്ത് പോകാം. ഹിസാബിലാണ്ട് കുടുങ്ങിയല്ലേ. അള്ളാഹുത്താല ദാവൂദ് നബിയോട് അറിഞ്ഞില്ലേ, വല്ലാതെ ഇബാദത്ത് എടുത്തിട്ട് മുന്നേറുന്ന ആൾക്കാരോട് അതുകൊണ്ട് പൊലിമ വേണ്ടെന്ന് പറഞ്ഞാല്, നമ്മളെങ്ങാനും നമ്മളെ ഹിസാബ് കുറച്ച് മുറുക്കി വെക്കുകയാണെങ്കിൽ ഒരൊറ്റ കുട്ടി സ്വർഗത്ത് പോകില്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരോട് ഇബാദത്തോണ്ട് ദുരഭിമാനം വേണ്ടെന്നൊന്ന് പറഞ്ഞാൽ ഇന്ന് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുത്താല വഹി ഇറക്കി കൊടുക്കുക. ലിയന്നി ലാ അലൗ അദിലി അലാ അഹദിൻ ഇല്ലാ ഉഹ്ലിക്കു. എന്റെ കൃത്യമായിട്ടുള്ള നീതി ഞാൻ അവർക്ക് കൊടുത്തതൊക്കെ അവര് തിരിച്ചു കൊണ്ട് ശുക്രായിട്ട് തന്നോ കൂടി ഏറ്റുമുട്ടിയിട്ട് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഒരൊറ്റ കുട്ടി രക്ഷപ്പെടൂല. അതുകൊണ്ട് മര്യാദക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് അടങ്ങിക്കാൻ പറഞ്ഞാല് ഇബാദത്തോണ്ട് പൊലിമ വേണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതായ ഹബീബായ മുഹമ്മദ് മുസ്തഫ തംബീഹ് എന്ന കിതാബിൽ അബുല്ലൈസ് സമർക്കന്ദി എന്ന മഹാൻ ഈ ഹദീത്ത് എടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇസാബിൽ കുടുങ്ങാതെ ഒന്ന് വേഗാണ്ട് രക്ഷപ്പെടണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഇബാദത്താണ് തഹജ്ജുദ്. തുടങ്ങാത്ത ആളുകളൊക്കെ ഇന്ന് രാത്രി അത്താഴത്തിന് പേത്താലും നീക്കൂല്ല. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് അത്താഴത്തിന് ഞാൻ നീക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ ഈ തറാവിന്റെ ശേഷം എന്തെങ്കിലും ദിവസങ്ങൾ ക്ലാസ് എടുക്കുന്ന കേട്ടിക്കണം നിങ്ങള്? കേട്ടിക്കണോ? സംഗതി സുന്നത്താലോ എന്താ ഞാൻ ക്ലാസ് എടുക്കാത്ത? അത് നീച്ച് തിന്നുന്ന എനിക്ക് ഉറപ്പാണ്. അതിനിപ്പോ ഞാൻ തറാവിന് ശേഷം എനിക്ക് അതിനെ ക്ഷീണിച്ചിരിക്കണോളൂ. ഞാൻ എന്തിനാണ് ഈ ഹദീസ് പറയണത്? അത് സുന്നത്താണ്. ഇവിടെ സുന്നത്തായ അമലാലോ ഞാൻ 30 ദിവസം പഠിപ്പിക്കണേ. ഇക്കാലത്തിനിടക്ക് ദുനിയാവിൽ എന്റെ ജീവിതത്തിൽ ഒരാളോടും രാത്രി നീച്ചിട്ട് നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, ഞാൻ നിങ്ങളോട് പറയാണ് അത് കറാത്താന്ന് പറഞ്ഞാലും നിങ്ങൾ നീച്ചി തിന്നു എന്ന് എനിക്കറിയാം. അത് കറാത്തല്ലേ ഉള്ളൂ, എന്നിട്ട് തിന്നു. പിന്നെ ഇപ്പൊ സുന്നത്താത് ഞാൻ പറയണോ? പറയേണ്ടത് ഇതൊക്കെയാണ്. അതാണ് ഞാൻ മറ്റേമൊക്കെ എടുക്കാത്തത്. ഞാൻ ഇപ്പൊ ഇക്കാലത്തിനിടക്ക് നിങ്ങളോട് പറയണം നോമ്പറക്കുമ്പോ തിന്നണമെന്ന് ഇല്ലല്ലോ. കാരണം എന്താ, അത് പറയണ്ടാന്ന്. അത് പറഞ്ഞാൽ കളിയായിരിക്കും ഇയാൾക്ക് സുഖമില്ല എന്ന്. കാരണം നമ്മളെ അതിലും തിന്നൂല. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ് 3:10 മേലെ തിന്നല് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ നിർത്തുവോ? 6 ഇങ്ങോട്ട് പറയുന്നറിയും. ഞാൻ 6 എന്ന് ഞാൻ പറഞ്ഞാലോ അത് ഹനഫി മതയിൽ വലിപ്പം ഉണ്ടാവില്ല അറിയില്ല. കാരണം അതൊക്കെ തീറ്റന്റെ വിഷയമാണ്. പറയേണ്ടത് ഇതൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞത് നീക്കൊന്നും എനിക്കറിയാം, തിന്നൊന്നും എനിക്കറിയാം. അതുകൊണ്ട് അത്താഴത്തിനെ കുറിച്ച് ഞാൻ കാമാമുണ്ടണില്ല. എനിക്ക് പറയാനുള്ള ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ്. കാരണം നമ്മളെല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ തറാവിയൊക്കെ നിസ്കരിക്കുന്നത്. നിങ്ങളൊക്കെ 23 റക്അത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പഹന എങ്ങനെ ഒരു റക്അത്ത് മറന്ന് നീക്കോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വരുന്നില്ലേ? ഈ വലിയ സൂറത്ത് എടുക്കുകയും ചെയ്യും, ഇനി 21ാമത്തേക്കറ്റേ നീക്കോ എന്നൊരു ബേജാറ് നിങ്ങൾക്ക് ഇല്ല എന്റെ വേക്ക് കൂടുമ്പോ. കാരണം 20 ആണ്ട് കഴിയുമ്പോഴേക്ക് അരിച്ചാ കയറ്റി അത്താന് കാണുന്ന മാതിരിയാ. പിന്നെ ഒരു വിത്തറും അത് 3 റക്അത്ത് ഉള്ളൂ എന്നുള്ള ഉറപ്പുണ്ടല്ലോ നിങ്ങൾ രണ്ടാമത് കയ്യെട്ടിന്. ഞാനേറ്റ് നിങ്ങളോട് പറയാണ്, ഇന്ന് നമ്മള് വിത്തറ് 11 നിസ്കരിക്കാൻ അറിഞ്ഞാല് നിങ്ങൾ ആണ്ടോട് നോക്കൂല, നിങ്ങളൊപ്പം കൂടുവോ? 3 ഉള്ളൂന്ന് ഉറപ്പങ്ങക്കായ ആദ്യത്തില് കൂടി അന്ന സബീസ്മ എന്നൊക്കെ ഉറപ്പില്ലല്ലേ ഇപ്പൊ 20. ഞാനും ക്ഷീണിക്കല്ലേ 23 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക്. നിങ്ങൾക്കറിയോ, ഇന്ന് കേരളത്തിൽ ഒരാളെ എനിക്ക് പരിചയമുണ്ട്, ഒരു മാഷാണ്. ഞാൻ ഇവിടെ അടുത്ത അയാളൊരു പരിപാടി കളിച്ച ഒരാളെ നാട്ടിൽ ഞാൻ വാദന വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ചിട്ടുണ്ട് ഹറമെന്ന്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ അയാളെ നാട്ടിക്ക് 250 ഉറുപ്പിക കൊണ്ടെത്തും. ഇന്നുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുക എന്നുള്ള സുന്നത്ത്? 23 നിസ്കരിച്ചിട്ടാണ് ഇപ്പൊ കോളത്തിലായത്. ഇന്നുണ്ട്. അതിനാണ് ഒരു ഹിമ്മത്ത് എന്ന്. അതാണെങ്കിൽ മൂല്യരുമല്ല, മാഷാണ്, ഒരു ഹെഡ്മാഷ, പക്ക സുന്നി, നല്ല മുത്തഖി ഹെഡ്മാഷ. ഈ സെൽവേജൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ അതാണ്, അതൊരു തീരുമാനമാണ്. റാബിയത്തുൽ അദവിയ എന്നുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു, വലിയ മഹദിയാണ്. തഹജ്ജുദിന് 100 റക്അത്ത് നിസ്കരിക്കും. തറാവിയല്ല, ഉറങ്ങണീച്ചിട്ട് 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. സങ്കല്പിക്കാൻ കഴിയും നമ്മള്. ഇതിപ്പോ ഉറങ്ങണേന് മുമ്പ് നിസ്കരിച്ചിട്ടാണ് ഇപ്പൊ ഇക്കോലത്തിലും ഊരമ്മക്ക് നീര്, കണ്ണുക്ക് ചോര, തൊള്ളയ്ക്ക് പത, നേരമ്പ് വീർക്കുക, 23 റക്അത്ത് കൊണ്ട് ഒപ്പിക്കുകയാണ്. അപ്പൊക്ക് എന്നാ റാബിയത്തുൽ അദവിയ 100 റക്അത്ത് ഉറങ്ങണീച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സങ്കല്പിച്ചോ. നിങ്ങൾ
നമ്മളെ ആലിമൂലിയർ എണീക്കൂല 3:30 മണിക്ക്. അയാൾക്ക് എപ്പോഴും ചൊല്ലി പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഞാൻ വരെയും നോമ്പറന്നിറങ്ങി അപ്പോഴും ഇതിനുള്ളിൽ നോത്ത് ഇത് ഇതിനായിട്ട് പഠിച്ചവർക്ക് ഒരു പാട്ടം അതിന്റെ ഒരു രസം കിട്ടിയത് അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചൊല്ലി പറഞ്ഞ അതിനൊരു രസം കിട്ടിയ പിന്നെ അങ്ങനെ തന്നെയാണ്. ആ ഞമ്മക്കൊരു രസം കിട്ടണ അയാളെ മാത്രം സ്വർഗത്ത് പോയാൽ മതി. നമുക്ക് പോണ്ടേ? അയാൾ എന്നും താജ് നിസ്കരിക്കണം. തറാവിയും റമളാൻ എന്നുള്ള കണക്കൊന്നും മൂപ്പർക്കില്ല. എന്നും താജ്. അതല്ല മൂപ്പർക്ക്, എനിക്ക് മൂപ്പരോട് ഇത്ര ഇഷ്ടം. മൂപ്പര് ഇബാത്തുള്ള ആളാണ്. അതാണ് സാറിന് മുക്രിമാരൊന്നും അങ്ങനെ ചുളിയു കൂടി എന്തെങ്കിലും ഒപ്പിച്ച് പോകുന്നില്ല. ഇബാത്തിൽ ഇത്ര കാർക്കശ് എല്ലാരും അല്ലേ അമ്മ. കുറെ ആൾക്കാർക്കൊന്നുമില്ല. അത് ഇബാത്തിന്റെ ആളാണ്. ഞമ്മക്ക് വേണ്ട സ്വർഗമൊക്കെ ആഴ്ചകൾ കുറച്ച് ആൾക്കാർ പോയാൽ മതിയാണ്. അപ്പൊ ഇന്ന് മുതൽ തഹജ്ജുദ് ഒന്ന് പതിവാക്കാൻ നോക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നുകൂടി അമർത്തി ആമീൻ പറഞ്ഞാല് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 റക്അത്തെങ്കിലും മതി. 2 റക്അത്ത് കൂടി എത്രയും നിസ്കരിക്കാം. ചുരുങ്ങിയത് 2. ഭയങ്കര ഭാഗ്യമാണ്. കച്ചവടത്തിനും ബർക്കത്താണ്. നല്ലൊരു നവോന്മേഷം കിട്ടും. ഒരു പ്രത്യേകമായ ഉന്മേഷം കിട്ടും. മുഖത്തൊരു പ്രസന്നത. എന്ത് വന്നാലും സാരില്ലെന്ന്. ഇതിനേക്കാളും വലുത് ഹംസത്തുൽ ഖർദാർ വന്നിട്ടില്ലേ? ഇന്ന് താജ്ജുസ്കരിക്കണ എന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീനോട് സ്ത്രീ എന്റെ പെങ്ങളെന്നെ പുറത്താരുമില്ല. അവനോട് പറഞ്ഞേ അയ്യൂബ് നബിക്ക് സോക്കട് വന്നിട്ടില്ല. അതിന്റെ ഗുണാണത്. അല്ലേ പറയില്ല, പെണ്ണുങ്ങൾ അങ്ങനെ പറയില്ല. ഓളപ്പടുത്ത് സർജറി കൊണ്ടുപോകും. സോക്കടുണ്ട് കുറച്ച്. അപ്പൊ ഞാൻ വെറുതെ ഒന്നിങ്ങണ്ട് ഞാൻ അങ്ങനെ അവർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കണം. പരിയിൽ പോയിട്ട് ഈ ഷരീഫ് അഷറഫ് നമ്മളെ പരിയിൽ എന്റെ പണി അതൊക്കെ എല്ലാരും കൂടി കുട്ടി ക്ലാസ് എടുത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവളൊന്നും മെല്ലെ ചെക്ക് ചെയ്യാൻ വേണ്ടി തോണ്ടി അന്നപ്പോ സർജറി കൊണ്ടല്ലേ അയ്യൂബ് നബിക്ക് സോക്കട് വന്നിട്ടില്ല. അത് വരാൻ തന്നെ ഒന്ന് ഇളക്കി നോക്കിയത്. അത് താജുവിന്റെ ഗുണാണ്. ഓലോടൊരു സോക്കടും ഇതൊന്നും പറഞ്ഞ് ഞെട്ടിച്ചിട്ട് കാര്യമില്ല. ഓല മുമ്പിൽ കുറെ അയ്യൂബ് നബി ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വളർന്നു. കാരണം അത് താജുദിന് കിട്ടുന്ന ഹീറ്റാണ്. താജു സ്കരിക്കുന്ന ആൾക്കാർ തളരൂല. അതുകൊണ്ട് അള്ളാഹു താല ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിന് വെച്ച അമലാണ് തഹജ്ജുദ്. ഏതായാലും രാത്രി നമ്മൾ എണീക്കാണ്. ഒരു 2 റക്അത്തിലും പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഞാനിപ്പോ ഇവിടുന്ന് കുറെ കുട്ടികൾ, ഒരു 5-6 കുട്ടികൾ നോമിനേഷൻ കോളേജിൽ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഇറ്റിങ്ങൾ എവിടെയും പറഞ്ഞേക്കണല്ലോ. അപ്പൊ ഇന്ന് എനിക്കൊരു കോളേജ് കിട്ടി. തഹജ്ജുദ് സംഗതി ഫിഖഹിൽ സുന്നത്താണെങ്കിൽ അവിടെ നിർബന്ധം. അവിടെ തഹജ്ജുദ് എല്ലാവരും നിസ്കരിക്കണം. അപ്പൊ ഞാൻ ഷരീഫ് അഷ്റഫിനോട് വിളിച്ചു പറഞ്ഞു 5-നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. കാരണം തഹജ്ജുദെങ്കിലും മട്ടത്തിലായാലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. താജൊക്കെ നിസ്കരിച്ച് വളർന്നാൽ നല്ല മനുഷ്യനാവും. അങ്ങനെ ഉണ്ടാകും. ആ ഒരു ചിട്ടയിൽ ഇങ്ങനെ വളർന്നാൽ നല്ല മനുഷ്യനാവും. അള്ളാഹു തആല തഹജ്ജുദ് പതിവാക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. പടച്ചോനെ ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. സ്വലാത്തുകൾ ഹബീബായ മുത്തിന്റെ പവിത്ര ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കിൽ ബർസഖി വിശ്രമത്തിലുള്ള നിന്റെ ഖവാസിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്ന് അസ്തമയത്തിന് മുമ്പ് 3-ാം നോമ്പിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിടവാങ്ങിയത്. അവരുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് മഹാന്മാരായ അസ്ഹാബിന്റെ ആണുങ്ങൾ പെണ്ണുങ്ങൾ മുഹാജിരിങ്ങൾ അൻസാരികൾ എല്ലാവർക്കും എത്തിക്കണേ അല്ലാഹ്. താബീങ്ങൾ തബൂ താബീങ്ങൾ എല്ലാ മഹാന്മാർ മഹദികൾക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ മറവപ്പെട്ട ആളുകൾ കാട്ടിൽ തങ്ങളടക്കം, ഈ നാട് ഏത് മഹാന്റെ പേരിലാണോ ആ ശൈഖ് സറാജുദ്ദീൻ തങ്ങളടക്കം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹുവെ അവർക്കൊക്കെ ദർജോർത്തി കൊടുക്കണേ അല്ലാ. നിന്റെ മഹലായ ഫضل കൊണ്ട്, മുത്തനബിയുടെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രണ്ട് ലോകത്തും ഇസ്സത്തിലാക്കണേ അല്ലാ. കുഴക്കല്ല അല്ലാ, കെടുത്തല്ല അല്ലാ, നാണം കെടുത്തല്ല അല്ലാ, മാനം കളയല്ല അല്ലാ, കടത്തിൽ കൊടുക്കല്ല അല്ലാ, രോഗത്തിൽ തളർത്തല്ല അല്ലാ, ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ലാ, മാരണത്തിൽ പെടുത്തല്ല അല്ലാ, അസൂയയിൽ പെടുത്തല്ല അല്ലാ, ഏഷണിയിൽ പെടുത്തല്ല അല്ലാ, ഭീഷണിയിൽ പെടുത്തല്ല അല്ലാ, അക്രമത്തിൽ പെടുത്തല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ, കച്ചവടക്കാരുണ്ട് തകർക്കല്ല അല്ലാ, വരുമാനം കൊടുക്കണേ അല്ലാ, ഹലാലാക്കി കൊടുക്കണേ അല്ലാ, ഹൈറാക്കി കൊടുക്കണേ അല്ലാ, ദീനിനെ സ്നേഹിച്ച് കൂടെ കൂടി ഒരാളെയും കുഴക്കല്ല അല്ലാ, ഞങ്ങളൊക്കെ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന മാതാപിതാക്കളടക്കം ഉസ്താദുമാരടക്കം പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങളും ഇതിനകത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് അലിഫും ഭാവം പഠിപ്പിച്ചെന്ന പലരും കബറിലാണ്, അവർക്ക് നീ വെളിച്ചം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് കിതാബോധ്യത്തുന്ന മഹാന്മാരായ ഉസ്താമാരെ, എനിക്കിൻ്റെ ഉസ്താമാരായ മുഹമ്മദ് വാക്കായി പോക്കോട്ടൂർ, മമ്മിക്കുട്ടി ഹസറത്ത്, ഇരുവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ദീനിന്റെ പേരിൽ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ, സന്തോഷിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. ഫാറൂഖ് എന്ന സഹോദരൻ്റെ ഉമ്മ അത്യാസന്ന നിലയിലാണെന്ന് ഇന്നലെ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ വേദനാജനകമായി എൻ്റെ ചവിട്ടിൽ പറഞ്ഞു. ഇന്നലെ നമ്മൾ ദ്വാരം നമ്മളെ കാമ്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു പൂർണ്ണമായിട്ട് സലാമത്തായി കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.